കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിനും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ. ദൈവത്തിൻ്റെ ദയയും വിശ്വസ്തതയും കരുണയും കരുതലും ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ആകാശവും ഭൂമിയും മാറിപ്പോയാലും അവിടുത്തെ വചനങ്ങൾക്ക് ഒരു കാലഘട്ടത്തിലും മാറ്റമില്ല. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം പറയുന്നത് പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും ദൈവത്തിൻ്റെ ദയ നമ്മെ വിട്ട് മാറുകയില്ല. ദൈവത്തിൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയില്ല എന്ന് അവിടുന്ന് അരുളി ചെയ്തു. അവിടുന്ന് അരുളി ചെയ്താൽ അങ്ങനെ സംഭവിക്കും. അവിടുന്ന് കൽപ്പിച്ചാൽ അങ്ങനെ സ്ഥാപിതമാണ്. ഇന്ന് പ്രഭാതത്തിലും നീ പോകാത്ത ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ശ്രേഷ്ഠമാണ്. അതിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും കോശം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. അവരുടെ വലങ്കൈ വീര്യം പ്രവർത്തി. ഉയർന്നിരിക്കുന്ന വലങ്കൈക്കായി ശ്രേഷ്ഠകരമായ കരത്തിനായി നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചു. ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടാൻ ലജ്ജിക്കുന്നില്ല. പ്രിയരെ, അതിശ്രേഷ്ഠമായത് നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഭൂമിയും അതിലുള്ളതൊക്കെയും അഴിഞ്ഞു പോകും. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്, ഉയരത്തിലുള്ളത് അന്വേഷിക്കുക. അതിശ്രേഷ്ഠമായത് അന്വേഷിക്കാൻ ഈ ദിവസങ്ങൾ നമുക്ക് തയ്യാറാകാം. വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് ശക്തമായി പ്രഖ്യാപനം ചെയ്ത് മുൻപോട്ട് പോകാൻ സർവശക്തനായ ദൈവം നമ്മയെല്ലാം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പർവ്വതങ്ങൾ മാറിപ്പോയാലും കുന്നുകൾ നീങ്ങിപ്പോയാലും നമ്മൾ ഭയപ്പെടേണ്ട. ദൈവം നമ്മുടെ മധ്യമുണ്ട്. ദൈവം നമ്മുടെ മധ്യമുണ്ടെങ്കിൽ ഒരു ശക്തിക്കും നമ്മളെ തൊടാൻ പറ്റില്ല. അധികാരത്തെ തന്നെ സഹായിക്കുന്ന ദൈവം, വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്ന ദൈവം, ഉന്നതനായ ദൈവം, ഉയർന്നിരിക്കുന്ന ദൈവം, ശാശ്വതവാസിയും പരിശുദ്ധനെന്ന നാമമുള്ളവൻ, മനോവിനയവും മനസ്താപമുള്ളവരുടെ കൂടെ വസിക്കുന്ന ദൈവം, താഴ്മയുള്ളവർക്ക് അധികം കൃപ നൽകുന്ന ദൈവം, കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നവൻ, ഏകാഗികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നവൻ, ബദ്ധന്മാരെ വിടുവിച്ച് സൗഭാഗ്യത്തിലാക്കുന്നവൻ, തൻ്റെ സകല പ്രവൃത്തികളോടും കരുണ തോന്നുന്നവൻ, ഓരോ ജഡത്തിനും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നവൻ, നമുക്കെന്ത് വേണമോ അത് നൽകിത്തരാൻ എൻ്റെ ദൈവം സർവശക്തനാ. അവിടുത്തെ കരങ്ങളിലേക്ക് നമുക്കൊന്ന് ഏൽപ്പിക്കാം. കർത്താവ് ചെയ്യുന്നതെല്ലാം അതതിൻ്റെ സമയത്ത് സഹോദരങ്ങളെ ഭംഗിയായിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ചെയ്താൽ പരിധികളുണ്ടാവും, പരിമിതികളുണ്ടാവും. എന്നാൽ പരിമിതികളില്ലാതെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഉന്നതനായ ദൈവത്തിന്, ഉയർന്നിരിക്കുന്ന ദൈവത്തിന്, ശാശ്വതവാസിയായ ദൈവത്തിന് ആവർത്തിച്ച് പറയുന്നു, നന്ദി പറയാൻ തയ്യാറാവണം. പരിധിയില്ലാത്ത ദൈവമാണ്, പരിമിതികളില്ലാത്ത ദൈവമാണ്, എവിടെയും ഇറങ്ങി വരാൻ കഴിവുള്ളവനാണ്, സർവശക്തനാണ് നമ്മൾ സേവിക്കുന്ന ദൈവം. അവിടുത്തെ മുൻപാകെ നമുക്കൊന്ന് സമർപ്പിക്കാം. ഓവേ, ഞങ്ങൾ നിങ്ങൾ പ്രത്യാശ വെക്കുന്നത് പോലെ നിങ്ങളുടെ ദൈവമോ പ്രകാശ രക്ഷയും ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങൂ. കാത്തിരിക്കുന്ന ആരെയും അവിടുന്ന് ലജ്ജിപ്പിച്ചിട്ടില്ല. കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഈ ദിവസം
ശക്തിയെ പുതുക്കി മുമ്പോട്ട് പോകാൻ, കർത്താവിൽ നിന്ന് വൻ കാര്യങ്ങൾ പ്രതീക്ഷിക്കാൻ, ശ്രേഷ്ഠമായത് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന ദൈവശബ്ദം കേൾക്കാൻ നമുക്കിടയാവണം. ഓരോ സമയത്തും നമ്മെ അത്ഭുതകരമായിട്ട് അവിടെ നടത്തിയില്ലേ? ചിന്തിക്കാത്ത വഴികളിലൂടെ അവിടെ നമ്മെ കൊണ്ടുവന്നില്ലേ? എല്ലാത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. അപ്പോസ്തലപ്രവൃത്തി 27-ാം അധ്യായം 25-ാമത് വാക്യം വളരെ സുപരിതമാണല്ലോ. അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിരിപ്പീൻ, എന്നോട് അരുളി ചെയ്തതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. പൗലോസ് പറഞ്ഞ പ്രസ്താവനയാണ്. തൻ്റെ കൂടെ ഷിപ്പിലുണ്ടായിരുന്ന, ഭയപ്പെട്ടിരുന്ന, സങ്കടപ്പെട്ടിരുന്ന, പ്രാണഭയത്തിലായിരുന്ന, തൻ്റെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട ജനത്തോട് വിളിച്ചു പറയുകയാണ്, സഹോദരന്മാരെ ധൈര്യത്തോടിരിപ്പീൻ. ഈശാനം മൂലനിന്ന കൊടുങ്കാറ്റ് ആ കപ്പലിന് വിരോധമായി അടിച്ച് കാറ്റിൻ്റെ നേരെ നിൽപ്പാൻ കഴിയാത്തതിനാൽ അതിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. സംഭവമൊക്കെ നമുക്കറിയാം. ആവുന്നത്ര കപ്പിത്താൻ ഉൾപ്പെടെയുള്ളവർ അതിനെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു. എന്നാൽ കൊടുങ്കാറ്റിനാൽ അവർ അത്യന്തം അലഞ്ഞു. ഇനി നോക്കൂ, വളരെ നാളായി സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെ വല്ലാതെ കൊടുങ്കാറ്റ്, നോർമലല്ല, വല്ലാതെ കൊടുങ്കാറ്റടിച്ചുകൊണ്ട് ഇരിക്കാൻ നിങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. അവർ പട്ടിണി കിടന്നു. അതിൻ്റെ നടുവിൽ, അവരുടെ നടുവിൽ നിന്നുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ, പുരുഷന്മാരെ നിങ്ങൾ ധൈര്യത്തോടെ ഇരിപ്പി, ഞാൻ സേവിച്ചു വരുന്നവനും എൻ്റെ ഉടയവനുമായ ദൈവം എന്നോടൊരു അരുളപ്പാട് അറിയിച്ചിട്ടുണ്ട്. ഭയപ്പെടരുത്, നീ കൈസറുടെ മുമ്പിൽ നിൽക്കേണ്ടതാണ്. നിന്റെ കൂടെ യാത്ര ചെയ്യുന്നവരൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് ഒരു അരുളപ്പാട് എന്നോട് ദൈവം അരുളി ചെയ്തു. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, സഹോദരന്മാരെ നിങ്ങൾ ധൈര്യപ്പെടും. ഈശാന മൂലം കാറ്റടിക്കട്ടെ, അലയട്ടെ, ഉലയട്ടെ, അതൊക്കെ സത്യമാണ്. ദിവസങ്ങളായി വെളിച്ചം കാണാൻ പറ്റുന്നില്ല, പ്രതീക്ഷ നഷ്ടപ്പെട്ടു. പക്ഷേ അതിൻ്റെ നടുവിലും എന്നോട് ദൈവം ഒരു അരുളപ്പാട് അറിയിച്ചിട്ടുണ്ട്. എൻ്റെ ഉടയവൻ, ഉത്തരവാദിത്വം ഏറ്റെടുത്തവൻ എന്നോട് പറഞ്ഞു, കൈസർ, ഞാൻ റോമിൽ നിൽക്കണം. റോമിൽ നിൽക്കണമെങ്കിൽ പ്രാണന് ഹാനി വരത്തില്ല. എത്ര കാറ്റടിച്ചാലും, ഷിപ്പ് തകർന്നാലും പ്രാണനെ തോടാൻ പറ്റത്തില്ല. കാരണം റോമിൽ നിൽക്കും എന്നുള്ളൊരു വ്യക്തിത്വമുണ്ട്. അതുകൊണ്ട് എന്നോട് വാക്കു പറഞ്ഞ, എന്നോട് അരുളപ്പാടറിയിച്ച എൻ്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആ വാക്യം വളരെ ശ്രദ്ധേയമാണ്. സാഹചര്യങ്ങൾ എതിരാകുമ്പോൾ എന്നോട് അരുളി ചെയ്തതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? എന്നോട് അരുളി ചെയ്തതുപോലെ സംഭവിക്കും. ഞാൻ ആ ദൈവത്തിൽ വിശ്വസിക്കുന്നു. എൻ്റെ കുടുംബത്തോട് അരുളി ചെയ്തത് സംഭവിക്കും. എൻ്റെ തലമുറകളോട് അരുളി ചെയ്ത് സംഭവിക്കും. എൻ്റെ മിനിസ്ട്രിയോട് അരുളി ചെയ്ത് സംഭവിക്കും എന്ന് ഞാൻ ആ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ആഴമായി നിങ്ങളുടെ അകത്ത് ഒരു വെളിപ്പാടുണ്ടാകട്ടെ. എന്നോട് അരുളി ചെയ്തതുപോലെ സംഭവിക്കും. പ്രതികൂലങ്ങൾ ശക്തമാണ്. ആശ നഷ്ടപ്പെട്ടു. മുൻപോട്ട് പോകാൻ പറ്റുമോയെന്ന് തോന്നുന്നില്ല. സാഹചര്യങ്ങളെതിരെ, രാജ്യങ്ങളെതിരെ, നിയമങ്ങളെതിരെ സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായിരിക്കുന്നു. നൈയാമിക ശക്തികൾ മുമ്പിൽ നിൽക്കുന്നു. ചലിക്കാൻ പറ്റില്ല. പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റു. പക്ഷേ എന്നോട് അരുളി ചെയ്തതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ ആ ദൈവത്തിൽ വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിച്ചാൽ നിന്നെ റോമിലെത്തിക്കും.
എവിടെ എത്തിക്കുമെന്ന് പറഞ്ഞു. ദൈവം പോഷ്ക്ക് പറയില്ല. സാഹചര്യങ്ങൾ കണ്ടിട്ട്, കൊടുങ്കാറ്റ് കണ്ടിട്ട്, പ്രതികൂലം കണ്ടിട്ട്, രാജ്യങ്ങൾ എതിരായത് കണ്ടിട്ട്, ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങളുടെ ആഴം കണ്ടിട്ട് ദൈവം വാക്ക് മാറ്റില്ലെന്ന് വിശ്വസിക്കുന്നവർ മാത്രം പറ, എന്നോട് അരുളി ചെയ്തതുപോലെ സംഭവിക്കും. ഞാൻ ആ ദൈവത്തിൽ, വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവത്തിൽ, അനന്യനായ ദൈവത്തിൽ, ഇറങ്ങി വരുന്ന ദൈവത്തിൽ, കൊടുങ്കാറ്റിനെ ശാസിക്കാൻ കഴിവുള്ള ദൈവത്തിൽ, വാഗ്ദത്തങ്ങൾ എത്തിക്കുന്ന ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ കുടുംബം വിശ്വസിക്കുന്നു. ഏറ്റുപറയാൻ തയ്യാറാകുമെങ്കിൽ നിങ്ങൾ സാഹചര്യങ്ങളുടെ അകത്ത് നിന്ന് നട്ടം തിരിയുകയാണെന്നറിയാം. പക്ഷെ അതിൻ്റെ നടുവിൽ ഇറങ്ങി വന്ന നിങ്ങളോട് പറഞ്ഞതുപോലെ ചെയ്യാൻ കഴിവുള്ളവൻ, എത്തിക്കുമെന്ന് പറഞ്ഞാൽ എത്തിക്കും. വിശ്വസിക്കുക. യേശുവിൻ്റെ നാമത്തിൽ നിരാശകൾ മാറട്ടെ. ഇപ്പോഴുള്ള അവസ്ഥകളെ നോക്കരുത്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരും ഒന്ന് സ്ഥൈര്യപ്പെടൂ. കർത്താവ് ധൈര്യത്തോടെ ഇരിപ്പി. അവിടെ എങ്ങനെ പറ, നിങ്ങൾ ധൈര്യത്തോടെ ഇരിപ്പി. ധൈര്യം ചോർന്നു പോകരുത്, ബലം നഷ്ടപ്പെടരുത്. ദൈവം പറഞ്ഞത് സംഭവിക്കും. അരുളി ചെയ്ത് സംഭവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കാര്യം ഇന്ന് പകലിറങ്ങിയ സർവ്വശക്തിയുള്ള ദൈവമേ, സ്വർഗത്തിലും ഭൂമിയിലും സകലവിധ അധികാരവും ലഭിച്ചവനെ, ഇവിടെ വചനത്തിൻ്റെ ശക്തി യേശുവിൻ്റെ നാമത്തിൽ ജനത്തിൻ്റെ മേൽ വ്യാപരിക്കട്ടെ. വലിയ അത്ഭുതം സംഭവിക്കട്ടെ. ദൈവമഹത്വം ഇറങ്ങട്ടെ. അസാധ്യങ്ങൾ സാധ്യമാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടിയിൽ വ്യാപരിക്കട്ടെ. സകല പോർവിളികൾ മഴിയട്ടെ. ഇറങ്ങി വരുന്ന ദൈവശക്തിക്കായി, അവിടെ മഹത്വത്തിനായി സ്തോത്രം. സകല ബഹുമാനോടത്തേക്ക് യേശുവിൻ നാം തന്നെ. ആമേൻ. ക്രിസ്തുവാസിലെ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മുമ്പോട്ട് പോകും. ദൈവപ്രവർത്തിക്കായി നമുക്ക് ഏൽപ്പിക്കാം. അവിടുത്തെ വൻ കാര്യങ്ങൾ ചെയ്യും. ഈ വചനങ്ങളുടെ സഹായിക്കട്ടെ. ക്രിസ്തയേശുവിൻ നിങ്ങളുടെ സഹോദരൻ പാസ്മിച്ചു.